എന്റെ കുട്ടി 3 വയസ്സായിട്ടും ഒന്നും സംസാരിക്കുന്നില്ല ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, ഹോമിയോപ്പതി പീഡിയാട്രീഷ്യൻ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണുന്ന സംസാര വൈകല്യത്തെ പറ്റിയിട്ടാണ്, അഥവാ സ്പീച്ച് ഡിലേ എന്നും ഇതിനെ പറയുന്നു. ആദ്യം തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലെ ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കുഞ്ഞുങ്ങൾ ഓരോരോ പ്രായത്തിൽ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് നോർമലായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുഞ്ഞുങ്ങൾ ഒരു 3 മാസമൊക്കെ ആവുമ്പോൾ ചെറിയ ബാബ്ലിംഗ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നു. ബ്ലാ ബ്ലാ ബ്ലാ, അങ്ങനെ അതൊരു മീനിങ് ഫുൾ അല്ലാത്ത സൗണ്ട്സ് ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നു. ഏകദേശം ഒരു 6 മാസം ആവുമ്പോൾ കുഞ്ഞുങ്ങൾ മോണോ സിലബിൾസ് ഒക്കെ പറയാൻ തുടങ്ങും. അതായത് മാ, ബാ, പാ, അങ്ങനത്തെ ചെറിയ 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 വാക്കുകൾ പറയാൻ തുടങ്ങും. ഒരു 9 മാസം ആവുമ്പോഴോ ബൈ സിലബിൾസ് പറയാൻ തുടങ്ങുന്നു. മമ്മ, ഡാഡ, പപ്പ, അങ്ങനത്തെ 2 വാക്കുകൾ ചേർത്തിട്ട് പറയാൻ തുടങ്ങുന്നു. ഇനി 1 വയസ്സാകുമ്പോഴോ കുഞ്ഞുങ്ങള് 2-3 മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകൾ പറയാൻ തുടങ്ങും. അമ്മ അല്ലെങ്കിൽ വെള്ളം, അങ്ങനെ ചെറിയ ചെറിയ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് പറയാൻ തുടങ്ങും. ഏകദേശം ഒരു 1.5 വയസ്സിൽ കുഞ്ഞുങ്ങൾ 10 വാക്കുകൾ പറയുന്നു. നമ്മൾ കോമൺ ആയിട്ടുള്ള വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകൾ, അതായത് അമ്മ, അച്ഛ, അല്ലെ പൂച്ച, പട്ടി, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ കുഞ്ഞുങ്ങൾ 1.5 വയസ്സിൽ പറയാൻ തുടങ്ങും. ഇനി 2 വയസ്സാകുമ്പോഴോ 2-3 വേർഡ്സ് ചേരുന്ന മീനിങ് ഫുൾ സെന്റൻസസ്, അതായത് അമ്മ താ അല്ലെങ്കിൽ വെള്ളം താ, വെള്ളം എടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ മീനിങ് ഫുൾ ആയിട്ടുള്ള 2-3 വാക്കുകൾ ചേരുന്ന സെന്റൻസസ് 2 വയസ്സിൽ പറയാൻ തുടങ്ങും. ഇനി 3 വയസ്സാകുമ്പോഴോ 3 വയസ്സിൽ കുഞ്ഞുങ്ങൾ തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും. അതുപോലെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കഥകൾ പറയും, അതുപോലെ പാട്ട് പാടും. ഇതൊക്കെ ഒരു 4 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ 3 വയസ്സെന്ന് പറയുന്ന ഒരു പ്രൈം പീരീഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഏതെങ്കിലും കാര്യങ്ങൾ, ഒന്നെങ്കിൽ ചില കുഞ്ഞുങ്ങൾ നേരത്തെ സംസാരിച്ച് തുടങ്ങാം, ഒരുപാട് സംസാരിക്കാം. ചില കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് ലേറ്റ് ആവാം. പക്ഷേ ഈ ടൈം പീരീഡിൽ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രീഷ്യന്റെ സഹായം തേടേണ്ടതാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ കേൾവി ശക്തിയാണ്. അതായത് നമുക്കറിയാം, കുഞ്ഞുങ്ങൾ കേട്ടാൽ മാത്രമല്ലേ അവർ റെസിപ്രോക്കേറ്റ് ചെയ്ത് തിരിച്ച് സംസാരിക്കുള്ളൂ. അപ്പൊ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഡിലേ വരുന്നത് ഈ ഓട്ടിസം, അതുപോലെ ADHD, അങ്ങനെയുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിലും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് സംസാരം വൈകാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ പേരൻസിന് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികളായിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അവര് ബാക്കിയുള്ള കുഞ്ഞുങ്ങളായിട്ട് മിങ്കിളാവണം. ഒരു പിയർ പ്ലേ വേണം, എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങുള്ളൂ. അതുപോലെ ഒരു 4-5 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ടും ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരുപാട് സ്പീച്ച് ഡിലേക്ക് പ്രധാന കാരണം ഈ മൊബൈൽ ഉപയോഗം, ഒരുപാട് സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങളിൽ കൂടുന്നതാണ്.